ഒടുവിൽ ശബരിമല കൊള്ളയടിച്ച പോറ്റിയെ പൂട്ടിയിരിക്കുകയാണ്. ഇനി പോറ്റിയെ പോറ്റിയത് ആരൊക്കെയാണ് എന്നാണ് അറിയേണ്ടത്. അത് പോറ്റി തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ പോറ്റി ഒരു പരികർമ്മിയായിട്ട് വന്ന ആളല്ലേ. അതായത് ശബരിമലയിലെ മേൽശാന്തിമാർ രണ്ടുപേരുണ്ട്. ശബരിമല സന്നിധാനം മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയും. ഇവർക്കൊക്കെ താഴെ കീഴ്ശാന്തിക്കാരുണ്ട്, പരികർമ്മികളുണ്ട്. ക്ഷേത്രത്തിലെ പരികർമ്മികൾ പ്രധാനം ആയിട്ട് അവർക്ക് കുറേ ജോലികളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പരികർമ്മി സന്നിധാനത്ത് തിടപ്പള്ളിയിലെ ഭഗവാന് വേണ്ട നിവേദ്യങ്ങളൊക്കെ ഒരുക്കുന്ന ആളായി. അവിടെ നിന്ന് അത് ശ്രീകോവിലിൽ എത്തിക്കും. ശ്രീകോവിലിൽ പ്രവേശിക്കാം, പക്ഷെ പൂജ നടത്താനുള്ള അവകാശം ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ശാന്തിക്കാരുടെ ഗണത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശബരിമലയിൽ വരുന്ന ഭക്തരൊക്കെ ഭക്ത്യാദരപൂർവം ഇവരെ കാണുകയും ചെയ്യും. കാരണം അയ്യപ്പനെ പൂജിക്കുന്നവരാണ്. മേൽശാന്തിമാരെയും തന്ത്രിയെയും ഒക്കെ അങ്ങനെയാണ് കാണുന്ന ഭക്തർ. ഈ അയ്യപ്പൻ്റെ പ്രതിരൂപമായിട്ട് പോലുമാണ് കാണുന്നത്. അവരുടെ പാദം തൊട്ട് വണങ്ങുകയും ഒക്കെ ചെയ്യും. ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വേണ്ട തരത്തിലും അതിനപ്പുറവുമായിട്ട് വിനിയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശബരിമലയിൽ എത്തുന്ന കേരളം വിട്ട് മലയാളികളല്ലാതെയുള്ള തമിഴ്നാടും ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ ഭക്തരെത്താറുണ്ട്. തീർത്ഥാടന കാലത്തും അല്ലാതെ മാസപൂജാവേളയിലും കൂടാതെ ഓണം, വിഷു, ഉത്സവകാലങ്ങളിലും എത്താറുണ്ട്. ഈ ഭക്തർക്ക്, അതായത് മലയാളികളല്ലാതെ വരുന്ന ഭക്തരെ, ഈ വൻ വ്യവസായികളെയൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. ശബരിമലയിലെത്തുമ്പോൾ വ്യവസായി ആയാലും ഇങ്ങ് താഴെ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആരെയും അങ്ങനെ തിരിച്ചറിയാൻ കഴിവില്ല. കാരണം അവിടെ എല്ലാവരും ഒന്നാണ്. അത്തരത്തിലാണ് പരസ്പരം സംബോധന ചെയ്യുന്നത് പോലും സ്വാമിയെ, അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ് മാത്രമാണ്. അതിനപ്പുറം ഒന്നുമില്ല. അതൊക്കെയാണല്ലോ 18-ാം പടി കയറി വരുമ്പോൾ കാണുന്ന തത്വമസി എന്ന ബോർഡിൽ അന്തർലീനമായിരിക്കുന്നത്. അതാണ്, നീ എന്താണോ അന്വേഷിച്ച് വരുന്നത് അത് നീയാകുന്നു എന്ന സാരാംശം നമുക്ക് നൽകുകയാണ്. അതിനെയെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഭൂലോക തട്ടിപ്പുകാരന്മാരും കള്ളന്മാരും ശബരിമല സന്നിധാനത്ത് വിളയാടിയത്. അപ്പം ഇത്തരത്തിൽ വരുന്ന ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ തന്ത്രിയെ കാണാനായിട്ട് നിൽക്കും, മേൽശാന്തിമാരെ കാണാനായിട്ട് നിൽക്കും. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ദക്ഷിണ നൽകി പ്രസാദം വാങ്ങിക്കുക, അപ്പം, അരവണ, അഭിഷേകം നടത്തിയ നെയ്യ്, ദർശനമൊക്കെ സുഗമമായി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന അതിൽ സമ്പന്നരായവരെ നോക്കിക്കണ്ട് ഈ പരികർമ്മി ആയിട്ടുള്ള ഒരു പരികർമ്മി മാത്രമല്ല, നിരവധി പരികർമ്മികളുണ്ട്. കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രമാണ്. അപ്പോൾ പരികർമ്മിമാരുടെ എണ്ണം കൂടും. എല്ലാ പരികർമ്മികളും ഇങ്ങനെ ആകണമെന്നുമില്ല. ഇതൊന്നാം തരം ശബരിമലയെ തന്നെ എടുത്തുകൊണ്ടുപോകാൻ തക്ക കുബുദ്ധിയും തന്ത്രങ്ങളും ഒക്കെയുള്ള പരികർമ്മി എന്ന് വേണേൽ പറയാം. അപ്പം അങ്ങനെയുള്ള പരികർമ്മി ഈ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുറിയുടെ അരികിൽ പറ്റി നിന്നുകൊണ്ട് ഇങ്ങനെ വരുന്നവരുമായിട്ട് സൗഹൃദമുണ്ടാക്കി അവർക്ക് വേണ്ട ശബരിമല പ്രസാദം ഒക്കെ നൽകി സുഗമമായ ദർശനത്തിനുമുള്ള അവസരവും കൊടുത്ത്, അവിടെ ശ്രീകോവിലിന് മുന്നിൽ 2 മിനിറ്റ് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിനുള്ളൊരവസരം ഒരാൾ വഴി കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ആ സൗഹൃദം നിലനിർത്തിപ്പോരും. പിന്നീട് ഈ പരികർമ്മി ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വ്യവസായികളുടെയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അങ്ങോട്ട് തുടർന്നുകൊണ്ടിരിക്കും. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യാവസായിക അഭിവൃദ്ധി അല്ലെന്നുണ്ടെങ്കിൽ പുതിയ വീട്ടിലേക്കുള്ള പ്രവേശം, ഗൃഹപ്രവേശം,
പിന്നെ സ്ഥാപനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂജ, പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനുള്ള പൂജ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇവരുമായിട്ട് സൗഹൃദമുണ്ടാക്കി അങ്ങോട്ട് പോക്കും വരവും ഒക്കെയാകും. പിന്നീട് ശബരിമലയിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിൽ സംഭാവന നൽകുന്നതിന് ഒരുപക്ഷെ ആ ഭക്തർ ഇങ്ങോട്ട് ആവശ്യപ്പെടാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള തട്ടിപ്പ് വീരന്മാർ അങ്ങോട്ടും ആവശ്യപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിലെ ചിലരെ ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വൻകിട സ്പോൺസർമാരും ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു പാലമായിരുന്നു എന്ന് പറയാം. പാലം എന്നുള്ളതിന് അപ്പുറം ബന്ധപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല, പിന്നീട് അവരെ നിരന്തരം പിന്തുടരുകയും അതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അത് ദേവസ്വം ബോർഡിൽ ഉള്ളവർക്കും കിട്ടും, ഈ പോറ്റിക്കും കിട്ടും. അങ്ങനെ ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില റാക്കറ്റുകളായിട്ടുള്ള ഉന്നതന്മാർക്കും പാർട്ടി തലത്തിലേക്കും ഒക്കെ പോകുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ കാരണം ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ പിൻബലമില്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള തട്ടിപ്പ് വീരന് അവിടെ വളരാൻ സാധ്യമല്ല. ഇപ്പൊ 2019 കൂടുതൽ വിഷയങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം 19 കാലം നമുക്കറിയാവുന്നതാണ്. ഈ പ്രളയത്തിന് ശേഷമുള്ള ഒരു തീർത്ഥാടന കാലമാണ്. ആ തീർത്ഥാടന കാലത്ത് പൊതുവെ ഭക്തരുടെ തിരക്ക് കുറവായിരുന്നു. 2019 മുതൽ ഇങ്ങോട്ടാണ്. പിന്നീട് അത് കഴിഞ്ഞ് 19 തീർത്ഥാടന കാലം കിട്ടി. അത് കഴിഞ്ഞുള്ള ആ ഒരു തീർത്ഥാടന കാലവും മാസപൂജ സമയവും എല്ലാം തന്നെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. നട തുറക്കും, ദൈനംദിന ആ സമയത്തുള്ള പൂജകളും കാര്യങ്ങളും നടക്കും. അല്ലാതെ ഭക്തജനക്കൂട്ടമോ ഒരു തരത്തിലുള്ള ആളും ആരവവുമില്ല. അവിടെ എത്തുന്ന അപൂർവം ഭക്തന്മാർ 18 പടിയും ഒരു ഭക്തന് സുഖമായി ഓരോ എണ്ണി തൊട്ടു തൊഴുത് കയറിപ്പോകാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഇവരെ പോലുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള തട്ടിപ്പുകാരന്മാരൊക്കെ അവിടെ പൂണ്ടു വിളയാടുകയാണ് ചെയ്തത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനും ഒക്കെ കൂടുതൽ സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. കാരണം അത് വേണ്ട തരത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി അവരുടെ ഒത്താശയോടുകൂടി കാര്യങ്ങളെല്ലാം നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോൽ ഭക്തർ നൽകുന്ന സ്വർണം മുഴുവൻ അതിൽ ഉപയോഗിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ അതിന് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വിജയമല്യ ശ്രീകോവിൽ പൊതിയാനായിട്ട് കൊടുത്ത 30 കിലോയിലധികം വരുന്ന സ്വർണം അത് മുഴുവൻ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുപോലെ ഓരോ കാര്യത്തിലും 18-ാം പടി മുഴുവൻ സ്വർണം പൊതിഞ്ഞു. അതിനു മുമ്പ് അത് കൃഷ്ണശിലയിലാണത്. പടിയിൽ തേങ്ങ ഉടച്ചുടച്ച് അതിന് തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഭക്തന്റെ, ബാംഗ്ലൂരുള്ള ഒരു ഭക്തന്റെ വഴിപാടായിരുന്നു അത്. അപ്പൊ ഈ ഭക്തർ ഒരിക്കലും ആ പണി സമയത്ത് അവിടെ വന്ന് അളന്ന് തിട്ടപ്പെടുത്തി അങ്ങനെ കൂടെ നിൽക്കണമെന്നില്ല. കാരണം അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു കൃത്യം ആ ഭക്തൻ നടത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ ദേവസ്വം ബോർഡും അവർ തീർച്ചപ്പെടുത്തുന്ന ഇത് ചെയ്യുന്ന പണിക്കാരും, അത് കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണെങ്കിൽ അങ്ങനെ അവരൊക്കെ തന്നെ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. പിന്നിത് പണി പൂർത്തിയാക്കി ഇത് സമർപ്പിക്കുന്ന വേളയിലായിരിക്കും ഈ സ്പോൺസറുടെ സാന്നിധ്യം ഉണ്ടാവുക. അല്ലാതെ ഇപ്പൊ വിജയമല്യ വന്ന് മുഴുവൻ ദിവസമൊന്നും അവിടെ ആ പണി തീരുന്നിടം വരെയൊന്നും അവിടെ നിന്നിട്ടില്ല, അങ്ങനെ നിൽക്കുന്നുമില്ല. വൻകിട വ്യവസായികളല്ലേ, ചെറിയ. അപ്പൊ ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും വലിയ തട്ടിപ്പ് അവിടെ നടന്നു എന്നുള്ളതാണ്. ശബരിമല കാരണം ഒരു കാനന ക്ഷേത്രമായതുകൊണ്ട് എല്ലാ നാളുകളിലും തുറക്കുന്നുമില്ല. അപ്പോൾ ഈ അടഞ്ഞുകിടക്കുന്ന നാളുകളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരൊക്കെ സന്നിധാനത്ത് കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം അവിടെ മേൽശാന്തിമാരുള്ളത് കൊണ്ട് ഈ പരികർമ്മികൾക്കൊക്കെ തന്നെ അവിടെ കയറി പോവുകയും ഇടയ്ക്ക് കീഴ്ശാന്തിക്കാർക്കും പരികർമ്മികൾക്കും ഒക്കെ
ഇടയ്ക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകാം, തിരിച്ചു വരികയോ ഒക്കെ ചെയ്യാം. പക്ഷെ രണ്ട് മേൽശാന്തിമാർക്കും അവർ 1 വർഷത്തേക്കാണ് അവരോധിക്കപ്പെടുന്നത്. ആ വേളയിൽ അവർക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, 18-ാം പടിക്ക് താഴേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഈ സഹായികളായിട്ടുള്ളവർക്ക് പോവുകയോ വരികയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ മറവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പല കാര്യങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. ഇതിന് പിന്നിലുള്ള വമ്പന്റെ പേരും ഒരുപക്ഷെ ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വെളിപ്പെടുത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.